വെൽക്കം ബാക്ക് ടു ചാനൽ റെഡ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് എന്താണ് അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക. 3 തവണ അവരുടെ പേര് പറയുകയോ അവരുടെ ഫോട്ടോസ് നോക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നിമിഷങ്ങൾ ഓർമ്മിച്ച് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. എന്നാലായിരിക്കാം നമുക്കിത് റെസൊണേറ്റ് ആകുന്നത്. അതുപോലെ ഇത് ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഈച്ച് ആൻഡ് എവ്രി വൺ ഇത് കാണുന്ന എല്ലാവർക്കും റെസൊണേറ്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. ചില ആൾക്കാർക്ക് മുഴുവൻ കാര്യങ്ങളും റെസൊണേറ്റ് ആയേക്കാം. ഓക്കെ, ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നമ്മൾ ടാരറ്റ് റീഡിങ്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത നെക്സ്റ്റ് 48 hours എന്തായിരിക്കും അവരുടെ ഫീലിങ്സ്, എന്തെങ്കിലും അവർ നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് 48 hours സാധ്യമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുക, മറ്റു തിരക്കുകൾ മാറ്റി വെക്കാം. ഓക്കെ, കാർഡ്സ് എടുക്കാം. ഓക്കെ, Ace of Wands. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കണക്ഷൻ ലോങ് ഡിസ്റ്റൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി നാളായോ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ മീറ്റിംഗ് എന്നത് വലിയൊരു ഡിസയർ ആണ്. ഒരുമിക്കണം എന്നത് എന്തോ ഒരു വലിയൊരു ഡിസയർ പോലെ, അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ. കാരണം കുറെ ആയി നിങ്ങൾ മീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എല്ലാ പ്ലാനിങ്സും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എന്തോ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് നടക്കുന്നില്ല, സാധ്യമാകുന്നില്ല എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വാട്ടർ സൈൻ, അതായത് നമ്മുടെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജിയിൽ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എയർ സൈൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രായത്തിൽ നിങ്ങളെക്കാൾ മുതിർന്ന ഒരു എനർജി ആയിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി വളരെയധികം മെച്ചുവറായിട്ടും ലോജിക്കലായിട്ടും തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പാസ്റ്റ് ഈ പേഴ്സണെ വളരെയധികം ഹോണ്ട് ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പാസ്റ്റിൽ ഈ പേഴ്സൺ എടുത്തിരുന്ന എഫേർട്ട് അതെല്ലാം വേസ്റ്റ് ആണ് എന്ന ഒരു തിങ്കിങ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈ ഒരു പേഴ്സണ് പ്രണയപരമായിട്ട് അൺലക്കിയാണ് താൻ, അല്ലെങ്കിൽ താൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വഷളാവും, മോശമാകും എന്നൊരു എനർജി, അല്ലെങ്കിൽ ഒരു പരിധി വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ട്. കാരണം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് സിംഗിൾ ആയിട്ടിരിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ അഥവാ ഞാൻ വാക്ക് കൊടുത്തു പോയി, ഇനി എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സന്യാസിയാവാൻ പോവാണ്, എനിക്ക് ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മതി, എനിക്ക് കുറെ കൂട്ടുകാർ മതി, എനിക്ക് എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സൈഡ് മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയണ്ട എന്ന കൈൻഡ് ഓഫ് എനർജി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് വേണോ എന്ന് ചോദിച്ചാലേ കണ്ടോ, വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ പേഴ്സണ് വളരെ പോസിറ്റീവ് തന്നെയാണ്. പാസ്റ്റില് എത്രത്തോളം വർക്ക് ചെയ്തിട്ടും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഈ പേഴ്സണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ വളരെയധികം മനോഹരമായിരിക്കും എന്ന് ഈ പേഴ്സണ് തീർച്ചയാണ്. പക്ഷെ അവരൊരിക്കലും സ്റ്റാൻഡ് എടുക്കുന്നില്ല. പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ചെയ്യണം എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഫൈനൽ സ്റ്റെപ്പിൽ എത്തുമ്പോൾ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, എനിക്ക് സന്യാസി ആയാൽ മതി, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം എന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അതെന്നെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല, ഇങ്ങനെയുള്ള തോട്ടൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും കൂടെ പേടിപ്പിക്കും. ആ ഒരു വ്യക്തി പേടിയിലാണ് എന്ന് നിങ്ങളെ അറിയിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ ഡിറ്റാച്ച് ആയി പോകാൻ പറ്റാത്തതിന്റെ റീസൺ ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്.
ചിലപ്പോൾ വേറെ ആരും കാണാത്ത രീതിയിൽ ഇമോഷണലി നിങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പേഴ്സന്റെ എനർജി അനുസരിച്ച് ഈ പേഴ്സൺ നിങ്ങളെ ഇമോഷണലി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ വളരണമെന്നും വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു കരിയർ ഉണ്ടാകണമെന്നും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ബേസ് പുഷ് നിങ്ങൾക്ക് തന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാനും സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോ പേഴ്സൺ പറയുന്നു ഇത് അവസാനം വരെ എത്തത്തില്ല എന്ന്, പക്ഷെ നിങ്ങൾ പറയുന്നു ഇത് എങ്ങനെയെങ്കിലും അവസാനം വരെ എത്തിക്കണം, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, ഹി ഓർ ഷീ എനർജി ഇല്ലാതെ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ എനർജി അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു 10 of Cups വേണ്ടി, ഈ ഒരു ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻസ് എടുക്കുന്നു. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്കും ഇത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അവരും പ്ലാൻ ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻസ് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ നിങ്ങളെ എല്ലാം ഓക്കെ ആക്കി മുന്നോട്ട് പോയാലും അപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടി നമ്മളോട് സഹകരിക്കണം. കാരണം രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പം ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു കൺഫർമേഷൻ ഈ പേഴ്സണിന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് ഈ ഒരു പേഴ്സണ് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരാൻ കഴിയാത്തത് കൊണ്ട് ആ വ്യക്തി വളരെയധികം സ്ട്രെസ്ഡ് ആണ്. ആ വ്യക്തി സ്ട്രെസ്ഡ് ആണെന്ന് മാത്രമല്ല നിങ്ങളെയും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന കാര്യത്തിൽ സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി നിങ്ങളുടെ കണക്ഷൻ സ്റ്റിൽ അതൊരു ഓഫ് ഓൺ മോഡിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളമായി ഈ ഒരു കണക്ഷൻ. ചില ആൾക്കാർക്ക് 5 വർഷമായി കാണണം, ചില ആൾക്കാർക്ക് 3 വർഷമായി കാണണം. അല്ലെങ്കിൽ റീസെന്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ടൈഡപ്പ് ആയത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് താല്പര്യം തോന്നിയത്. പക്ഷെ നിങ്ങൾക്ക് ആ ഇത്ര വർഷമായാലും ശരി, അല്ലെങ്കിൽ ഇന്നലെ കണ്ടതാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സോൾമെറ്റ് ട്വിൻ ഫ്ലെയിം എനർജി ഈ ഒരു പേഴ്സണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ഇങ്ങനെയും ആകാം. കാരണം ഈ ഒരു പേഴ്സണെ മേ ബി 8 to 9 years നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷൻ തോന്നിയില്ല. പക്ഷെ റീസെന്റ് 3 months ആ ഒരു ഡ്യൂറേഷനിലാണ് പ്ലാനിങ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു 3 months ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തേടി നടന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ ഒരു മെസ്കുലിൻ എനർജി, അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി എന്നത് ഇവരാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ റീസെന്റ് ആയിരിക്കാം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ജന്മത്തിൽ റീഇൻകാർണേറ്റ് ചെയ്ത ആ ഒരു സമയമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് എനർജി, ആ ഒരു പേഴ്സണുമായിട്ട് ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സന്റെ ജനന മാസം ഈ മാസമോ അടുത്ത മാസമോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഡെസ്റ്റിനി നമ്പർ, അല്ലെങ്കിൽ ജനിച്ച നമ്പർ കിങ് നമ്പർ 3 ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മേ ബി 5, അല്ലെങ്കിൽ 10, ഓക്കെ, അല്ലെങ്കിൽ 9, ഓക്കെ, അതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇനിയും കാഴ്ചയിട്ട് നോക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, ഹി ഓർ ഷീ, അവര് മേ ബി ജീസസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഏഞ്ചൽസിനെ വർഷിപ്പ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം എന്നൊരു ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളോട് എന്താണോ അവർ കാണിക്കുന്നത് ആ ക്യാരക്ടർ അല്ല ഒരു പരിധിവരെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സീക്രട്ടീവ് ക്യാരക്ടർ അവര് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ മേ ബി അവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുക. നിങ്ങൾ ദൂരെ നിന്നാണ് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് തന്നെ അറിയാം മേ ബി അത് അവരുടെ ഒരു കുഴപ്പമാണെന്ന്, മേ ബി അവരുടെ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് പുറത്ത് പറയാത്തത്. അപ്പൊ അത് കുറച്ചൊക്കെ ഒരു ഹൈഡ് ചെയ്ത് വെക്കുന്ന നേച്ചർ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് 48 hours എനിക്ക് തോന്നുന്നു പലതും അവർ ഹൈഡ് ചെയ്ത് വെക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട്. മേ ബി ആ ഒരു 48 hours നിങ്ങൾ അത് അറിയണ്ട എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണോ എന്നറിയില്ല. ബട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു ഫേസ് ഉണ്ട്, ആ ഫേസിലൂടെ ഒരു പേഴ്സൺ കടന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പരിചയപ്പെട്ടിട്ട് അന്ന് തൊട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ഫേസിലൂടെ കടന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താൻ ഒരു പരിധിവരെ ആ പേഴ്സൺ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല. എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കാം മേ ബി അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക. അതുവരെ നമ്മൾ വിചാരിക്കും ഈ പേഴ്സൺ എന്താ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന്. പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു സർക്കിളിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് അവരനുഭവിക്കുന്ന ആ ഒരു ഇൻഡിഫറൻസസ് മനസ്സിലാവുകയുള്ളൂ. അതുവരെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമുള്ള കാര്യമില്ല, ഇതിനൊക്കെ ഇത്രയും
കരയേണ്ടതോ ടെൻസ്ഡ് ആകേണ്ടതോ ആയിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതുപോലെ ഓരോ നിമിഷവും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പെടുകയാണ്, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുമ്പോഴേ ഓ ഈ പേഴ്സൺ ഇങ്ങനെയായിരുന്നോ, ഈ പേഴ്സൺ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഞാൻ വേറെ ആരെയാണ് മനസ്സിലാക്കിയത്, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബ്ലോക്ക് ചെയ്ത് പോകുന്ന ഒരു എനർജി അല്ലല്ലോ ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് വന്ന് കാണിച്ച എനർജിയും അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഈ പേഴ്സൺ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി വളരെയധികം ചൈൽഡിഷ് എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു പൈൽ നമ്പർ 2 എനർജി ആണോ പൈൽ നമ്പർ 1 ആണോ ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ഒരു ചൈൽഡിഷ് എനർജി ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അതുമായിട്ട് ഇത് വളരെയധികം സാമ്യപ്പെടുന്നുണ്ട്, റെസണേറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എടുത്തുചാട്ടം എന്നത് ഈ ഒരു പേഴ്സന്റെ ഹോബിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരോട് എല്ലാവരോടും തന്റെ ആങ്കർ ഇഷ്യൂസ് കാണിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആങ്കർ ഇഷ്യൂസ് കാണിക്കുന്നില്ലായിരിക്കാം. മേ ബി അതായിരിക്കും ഈ ഒരു ഹൈഡിങ് എനർജി ആയിട്ട് കാണുന്നത്. മേ ബി നിങ്ങളുടെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിക്കാൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളോടുള്ള ഇമോഷൻ ആയിരിക്കാം. അപ്പോ ഈ ഒരു പേഴ്സൺ 100% ട്രാൻസ്പെറന്റ് ആണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്പെറന്റ് അല്ല. ഈ ഒരു പേഴ്സണുമായിട്ട് ഇഴുകി ചേരുമ്പോ അല്ലെങ്കിൽ ഇടപഴകിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ പേഴ്സന്റെ ഓരോ വീക്കിലും ഓരോ സ്വഭാവങ്ങളും തന്റെ ചിന്താഗതികളും ഒക്കെ നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാവുള്ളൂ. പൂർണ്ണമായി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ഒരു പരിധി വരെ എനിക്ക് പറയാൻ പറ്റുക. ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നൊരു ഇന്റൻഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എല്ലാം മനസ്സിൽ ഒളിപ്പിക്കുന്ന ഒരു എനർജി ഇവർക്കുണ്ട്. അതായത് പറയേണ്ട മാത്രം പറയാം, പറയേണ്ടാത്തത് പറയണ്ട, അതങ്ങ് വിഴുങ്ങിയേക്കാം. ഈ എനർജി ഉണ്ട് ഇവർക്ക്. ഈ ഒരു പേഴ്സന്റെ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളത് കൊണ്ട് 24/7 നിങ്ങൾ തമ്മിൽ വഴക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പേഴ്സൺ മുമ്പ് പറഞ്ഞ കാര്യം പിന്നെയും ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ അതായിരിക്കില്ല നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കണക്ട് ആവാതാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വഴക്കടിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി ഒരു പേഴ്സണോട് ചോദിക്കുമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസൊണേറ്റ് ആവും. കാരണം ഈ പേഴ്സൺ സ്പിരിച്വൽ ആണ്, ഈ പേഴ്സൺ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഈ പേഴ്സൺ സീക്രട്ടീവ് ആണ്. പല കാര്യങ്ങളും ഓരോ സാഹചര്യവും സന്ദർഭവും വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ, ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു 8-9 വർഷമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നിരിക്കാം, പ്രണയം ഉണ്ടായിരുന്നിരിക്കാം, സ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ഇനിയും ഡേ ബൈ ഡേ നിങ്ങൾ ഓരോ ന്യൂ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന എനർജിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് എത്ര തന്നെ ഇവർ വഴക്കടിച്ചാലും ഇനിയിപ്പോ ഇവര് നിങ്ങളുടെ സീക്രട്ട് ഒളിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അത് അറിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ ഡിറ്റാച്ച് ആവാൻ പറ്റില്ല. നിങ്ങൾ ഡിറ്റാച്ച് ആയി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സോൾ സ്റ്റിൽ ഈ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്കൊന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റില്ല. വീട്ടിലും വഴക്കുണ്ടാവുന്നില്ലേ, വീട്ടിലും ആൾക്കാരെ പരസ്പരം മറച്ചു വെക്കുന്നില്ലേ, അതുപോലെ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ മിസ്റ്റേക്സ് തള്ളിക്കളയാറുണ്ട് അഥവാ ക്ഷമിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് പ്രണയം തോന്നിപ്പോയി, ഇനി എന്റേതാണ്, തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, ഈ സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ആ ഒരു കൈൻഡ് ഓഫ് മൂഡിലേക്ക് വീണാൽ, മേ ബി പ്രണയത്തിന്റെ എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വീഴാറുണ്ട്. കൈൻഡ് ഓഫ് ആ മൂൺ എനർജി പോലെ, അതായത് മൂണിന് ന്യൂ മൂൺ ഉണ്ട്, ഫുൾ മൂൺ ഉണ്ട്. അപ്പൊ ഈ പേഴ്സന്റെ ആ ഒരു ഫുൾ മൂൺ എനർജിയിലേക്ക് ഒരു പേഴ്സൺ വീഴുമ്പോൾ ഭയങ്കര മധുരമായിട്ടുള്ള സംസാരങ്ങളും അതുപോലെ നമ്മളെ പ്രിൻസസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന എനർജിയിൽ, അല്ലെങ്കിൽ പ്രിൻസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന എനർജിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നമ്മളെ കൊണ്ടിരുത്താറുണ്ട്. പ്രണയമാണെങ്കിൽ അങ്ങേയറ്റം പ്രണയമായിരിക്കും, വഴക്കാണെങ്കിൽ അങ്ങേയറ്റം ക്രൂരതയായിരിക്കും. ആയുധം എന്ന് പറയുന്നത് ചിലപ്പോൾ നാക്കുമായിരിക്കാം. ഓക്കെ, പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രീമിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഈ പേഴ്സണുള്ളത്. ആൻഡ് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്വിൻ ഫ്ലെയിം, അതുപോലെ തന്നെ സോൾമെറ്റ് വൈബ്രേഷനിൽ വരുന്നുണ്ട്. ആ ഒരു റെസൊണൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കണക്ഷനിൽ. അതുകൊണ്ട് തന്നെ ഈ 48 hours ഇനി ജീവിതകാലം മുഴുവൻ ഇപ്പൊ നിങ്ങളെ
എന്താണ് ഒരു മറവിൽ വെച്ചിരുന്നാൽ പോലും സ്റ്റിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് എഫേർട്ടും സമയവും നിങ്ങൾ കളയാൻ തയ്യാറാണ് എന്നൊരു എനർജി ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡന്റ് ആണ്, നിങ്ങൾ പോകത്തില്ല എന്നൊരു എനർജിയിൽ. അതുപോലെ തന്നെ ഈ ഒരു ഹാങ്മാൻ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ചിന്തിക്കുന്ന പോലെ, അതായത് സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ എടുത്ത് ചാടണ്ട എന്നൊരു എനർജിയിൽ നിൽക്കുന്ന പോലെ, ചില സമയങ്ങളിൽ ഭയങ്കര റെസ്ലെസ് എനർജി പോലെ, ഒരു ഫൂൾ എനർജി പോലെയും കളിക്കും. അപ്പൊ ഈ ഒരു പേഴ്സണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഉപദേശം കൊടുക്കണോ, എനിക്ക് ഇങ്ങോട്ട് ഉപദേശം തരുന്ന ആളല്ലേ എന്ന രീതിയിൽ ഉപദേശം കൊടുക്കണോ വേണ്ടയോ എന്ന ഒരു ബുദ്ധിമുട്ട് പോലും നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അതായത് ഉപദേശം കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ ഉപദേശം കൊണ്ട് തിരിച്ചു കിട്ടും. ഞാൻ എന്തിനാ ഇയാളെ അല്ലെങ്കിൽ ഇവരെ ഉപദേശിക്കാൻ പോകും, ഒരാവശ്യമില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ കുഞ്ഞു കുട്ടികളെ പോലെ നിസ്സാര കാര്യത്തിന് കരഞ്ഞ് പതറിപ്പോകുന്നത് നിങ്ങൾ കാണുകയും ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിനെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അവരെന്താ ചിന്തിക്കുന്നത്, അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് വിവാഹ കാര്യത്തിലും ഒരുമിക്കുന്ന കാര്യത്തിലും തന്നെ ആയിരിക്കാം. മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ മാരേജ് ഇഷ്യൂ വരുന്നതിന്റെ റീസൺ ഒന്നെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ മാരീഡ് ആണ്, ഈ പേഴ്സണ് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രസന്റ്ലി ഈ പേഴ്സൺ മാരീഡ് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സണെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫേർട്ട് എടുത്തതിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ഊരുറപ്പിച്ച് നിൽക്കാൻ പേടിയാണെന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ്, നിങ്ങളെ വിശ്വാസമില്ല എന്നതല്ല, പക്ഷെ മാരേജിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ വിശ്വാസം പോയി. അതുപോലെ എനിക്ക് ഇവിടെ ചില ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മേ ബി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ സൊസൈറ്റി എന്തു പറയും എന്നത് വെച്ചിട്ടും ഈ ഒരു പേഴ്സൺ മാരേജിലേക്ക് ഹെഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെ 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 ഡീപ്പായിട്ടുള്ള ഇമോഷൻസും ഇന്റൻഷൻസും ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങളോട് തന്നെ ഈ ഒരു പേഴ്സൺ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടായിരിക്കണം, എനിക്ക് നിന്നോട് താല്പര്യമുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഒരു ധൈര്യം വരുന്നില്ല, ചില കാര്യങ്ങളിൽ എനിക്ക് പേടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സന്റെ ഡെസ്റ്റിനി നമ്പർ 4 ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 3 ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 8 ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സന്റെ ഓവറോൾ ഇന്റൻഷൻ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ നല്ലൊരു കുടുംബം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും തൻ്റെതായ നിങ്ങളിൽ കോൺഫിഡന്റ് അല്ലെന്നല്ല, ഒരു പരിധി വരെ അവരുടെ ജീവിതത്തിൽ അവരൊരു പരിധിവരെ കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഊരുറപ്പിച്ച് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈ ഒരു പേഴ്സന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നടക്കുമെന്നെ വാഗുകൊണ്ട് പോലും ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ അങ്ങനെ വല്ലതും പറയുകയോ അങ്ങനെ എന്തെങ്കിലും വാക്ക് കൊടുക്കുകയോ ചെയ്താല് അത് അപ്പൊ തന്നെ പൊളിഞ്ഞ് താഴെ വീഴും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ഓക്കെ, കണ്ടോ, അപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഇതെടുത്താല് അപ്പൊ തന്നെ അത് എൻഡായി പോകുമെന്നുള്ള പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാതെ ഇങ്ങനെ നടക്കാം, എന്റെ ജീവിതത്തിൽ എന്നും ദുഃഖമാണ് എന്നൊരു വൈബ്രേഷനിൽ നടക്കാം, അപ്പോഴത്തേക്ക് എനിക്കൊരു പരിധി വരെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്ന്. നിങ്ങളുടെ പേഴ്സൺ ഒരു പരിധി മാനിഫെസ്റ്റ് ചെയ്യുന്നതും തെറ്റാണ്. ഓക്കെ, വളരെ അതായത് പുറമെ ഇപ്പൊ നിങ്ങളോട് സന്തോഷമായിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന പറയുന്ന ഈ ഒരു സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ആള് സ്വയം നെഗറ്റീവ്ലി ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എനിക്ക് നെഗറ്റീവേ നടക്കും, അപ്പൊ ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കാം, അപ്പൊ എനിക്ക് പോസിറ്റീവ് ഉണ്ടാവും. പക്ഷെ അത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സന്റെ പ്ലാൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്തത് എന്നതിന്റെ റീസൺ ഈ ഒരു പേഴ്സൺ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നു, അൺവാണ്ടഡ് ആയിട്ട് ചിന്തിക്കുന്നു, ഓവർ തിങ്ക് ചെയ്യുന്നു. ഈ ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടി ജഡ്ജ്മെന്റ്, അത് ചെയ്ത് കുഴിയിലേക്ക് ചാടുന്നു. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ മാരീഡ് ആയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഫെക്ഷൻ ഉണ്ടാകും, കുറച്ചും കൂടി ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് വൺസ് നിങ്ങൾ തമ്മിൽ മാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഇഷ്ടം ഒരിക്കലും അവർക്ക് ലഭ്യമല്ല, അവർക്ക് ഒരിക്കലും സാധ്യമല്ല. നിങ്ങളും അവരും തമ്മിൽ സ്പ്ലിറ്റ് ആയി പോകും. അതുകൊണ്ട് ഇതൊരു മാരേജിലേക്ക് കൊണ്ടുപോകണ്ട, ഇത് ഈ ഒരു റിലേഷനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ലിവിങ് ടുഗദർ എനർജിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്.
മേ ബി ഒരു പേഴ്സന്റെ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളോടും ആ അതേ സെയിം തെറ്റ് ഈ ഒരു പേഴ്സൺ ചെയ്യരുത് എന്നതായിരിക്കാം വിചാരിക്കുന്നുണ്ടാവുക. കാരണം ഡിസ്റ്റന്റ് ആയിരുന്നപ്പോ അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ഒരു ഒരു പെർമനന്റ് റിലേഷൻഷിപ്പിന്റെ ഒരു ഇതുണ്ടാക്കുന്നത് വരെ അത് വളരെ സ്മൂത്ത് ഗോയിങ് ആയിരുന്നു. ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോയപ്പോഴത്തേക്ക് അത് ഉടനെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് 48 hours വൈബ്രേഷനും ഇങ്ങനെയാണ്. ഞാൻ ഉറച്ചൊരു തീരുമാനമെടുത്താൽ നാളെ എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിൽ, കാരണം ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഹിയോർഷി അവരുടെ അനുഭവം അതാണ്. അവർക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അവരെന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്താൽ അത് തിരിച്ചവർക്ക് പണിയായിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവർ എഫേർട്ട് എടുക്കുന്നില്ല, അവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ കുരുക്കുകളിൽ അവർ പെട്ടുപോയി, ഇനി വീണ്ടും ആ കുരുക്കിൽ പെടാൻ അവർ താല്പര്യപ്പെടുന്നില്ല. മേ ബി നിങ്ങളുടെ കൊളീഗ്സോ മറ്റാൾക്കാരോ ഗോസിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചിട്ട്, മേ ബി ഒരു എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കാം. അപ്പൊ ഇത് വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നവർക്ക് വല്ലാണ്ട് പേടിയാണ്. അപ്പോ അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഇനി വയ്യ. സ്ട്രഗിൾ ചെയ്താൽ മേ ബി അവരുടെ കരിയറിനെ പോലും എഫക്ട് ചെയ്യുമെന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ എഫക്ട് ചെയ്യുമെന്നായിരിക്കാം. സോ അവര് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഉറച്ച കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ സാധ്യമാകുമെന്ന് അവർ വിചാരിക്കുന്നില്ല. അവർ നെഗറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാല് എല്ലാരും വിചാരിക്കും നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലാന്ന്. പക്ഷെ നമുക്ക് അതിന്റെ താഴ്വാരത്ത് കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം എന്നൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സന്റെ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കോൺസ്റ്റന്റ്ലി അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ റീസൺ, അവർ നിങ്ങൾക്ക് ഉറപ്പ് തരാത്തതിന്റെ റീസൺ, ഉറപ്പ് തന്നല്ല ഇത് പൊട്ടിപ്പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മേ ബി ഇത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു സീക്രട്ടീവ് ആണെന്നെങ്കിലും ഇങ്ങനത്തെ ഇമോഷൻസ് അയാൾ സീക്രട്ടീവ് ആയിട്ട് വെക്കും, ഹിയോർഷി സീക്രട്ടീവ് ആയിട്ട് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് ഓപ്പണായി സംസാരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ. ഈ ഒരു പേഴ്സണിന് വേണ്ടി ഒത്തിരി നിങ്ങളുടെ ഈഗോ താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ നിങ്ങളുമായിട്ട് ഓപ്പൺലി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ദുരിതങ്ങളെ തന്റെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യും. മേ ബി റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സന്റെ കസിൻസിനോ സഹോദരനോ സഹോദരിക്കോ ഒക്കെ വർക്ക്ഔട്ട് ആയില്ലായിരിക്കാം. ഈ പേഴ്സണ് ചിലപ്പോൾ തുടക്കത്തിലായില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സിനെല്ലാം മേ ബി അങ്ങനത്തെ രീതിയിലുള്ള ഡിസാസ്റ്ററുകളായിരിക്കാം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി അതൊക്കെ വെച്ച് ടാലി ചെയ്യുമ്പോൾ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ ആ ഒരു വ്യക്തിക്ക് ഓവർ തിങ്കിങ്ങും ആദ്യമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം താല്പര്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം അഫെക്ഷനും ഉണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നുമില്ല. പക്ഷേ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആവാനും പറ്റില്ല, നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ തരാനും പറ്റില്ല. നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറിലെ വാഗ്ദാനം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരെപ്പോഴും നമ്മൾ ഹെർമിറ്റ് മോഡിലാണ് ഇരിക്കുന്നത്. അതായത് വരും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും, അത് നമ്മുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും, അത് നമ്മളിൽ സംഭവിക്കും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കാനാണ് ഈ വ്യക്തി എപ്പോഴും താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ മിസ്മാച്ച് എനർജി ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വേറെ ആരെങ്കിലും ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടോ എന്ന് അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളെ വിട്ട് ഈ പേഴ്സൺ പോകാനും സമ്മതിക്കില്ല. ഇനിയിപ്പോ വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഈ ഒരു പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. സോ ആ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി നിങ്ങളില്ലാതെ ഈ ഒരു പേഴ്സന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് സത്യം. നിങ്ങൾ എന്താ തേർഡ് പാർട്ടിയെക്കാളും ഒരു പരിധിവരെ ഇമ്പോർട്ടന്റ് നിങ്ങൾ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക്. മറ്റാൾക്കാരോട് ചിലപ്പോ സൗമ്യമായിട്ടും കൊഞ്ചലോടെയൊക്കെ സംസാരിക്കുമായിരിക്കാം. മേ ബി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ പേഴ്സൺ മറ്റാൾക്കാരോട് അനാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെന്നല്ല. അങ്ങനെ ഒരു ഫ്ലർട്ടേഷ്യസ് എനർജി ഈ ഒരു വ്യക്തിക്ക് പൊതുവെ തന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ വിട്ട് വേറൊരു കണക്ഷനിലേക്ക് പോകുന്ന അത്രത്തോളം ഒരു എനർജി എനിക്ക് കാണുന്നില്ല. കാരണം നിങ്ങളെ തന്നെയാണ് അവരുടെ സോഫ്റ്റ് ഫാക്ടർ ആയിട്ട് അവരെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പേഴ്സന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഡേ ബൈ ഡേ നിങ്ങളുടെ അവസ്ഥയും ഈ ഒരു പേഴ്സന്റെ അതേ അവസ്ഥ പോലെ ഈ പേഴ്സൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യും എന്നൊരു എനർജിയാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. കാരണം എന്നറിയോ, മേ ബി മുമ്പ് ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, അയ്യേ നിനക്കൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നിന്റെ കൂടെ വരുന്ന ആള് നാലിണ്ടെന്ന് പിണങ്ങി പോകും, ഈ ഒരു കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ
മുൻപുണ്ടായിരുന്ന പാർട്ട്ണർ ആ പേഴ്സന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പേഴ്സൺ അത്രമേൽ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ട് ആ വ്യക്തി പറഞ്ഞ ഓരോ ഹേർട്ടും ഓരോ പോയിന്റും ആ ഒരു പേഴ്സന്റെ മനസ്സിലിരുന്ന് ഇപ്പോഴും വിങ്ങി പൊട്ടുന്നുണ്ട്. ആ പേഴ്സൺ മൂവ് ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാണ് സ്വയമേ ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല. അതായത് നിങ്ങൾ ഇനി എത്ര വർഷം ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ ഇനിയും ഹീലാകാനുണ്ട്, ഇനിയും ഈ പേഴ്സൺ നിങ്ങളുടേതാകാനുണ്ട്. ആൻഡ് ആ ഒരു നെക്സ്റ്റ് 48 hours എനിക്ക് മനസ്സിലാവുന്നത് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ഗുണമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇവർക്ക് പോസിറ്റിവിറ്റി നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ അമെഥസ്റ്റ് സ്റ്റോൺ, അതായത് പ്രൊട്ടക്ടർ, ഓക്കെ, എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അമെഥസ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് സമാധാനം തരുന്നു, തലവേദന ഒഴിവാക്കുന്നു, അങ്ങനത്തെ ഒരു എനർജിയാണ്, ഒരു കാം എനർജി, സുഖകരമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. അപ്പൊ ഈ ഒരു എനർജി ഒക്കെ തരുന്ന ഒരു ഫാമിലി കൈൻഡ് ഓഫ് എനർജിയാണ് അമെഥസ്റ്റ് ഉള്ളത്, ഒരു ഹീലിംഗ് എനർജിയാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അമെഥസ്റ്റ് ആണ് എന്ന രീതിയിലാണ് ഈ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ചെയ്ത് പോകാൻ അവർക്ക് സാധ്യമല്ല. നിങ്ങൾ ഇവരുടെ അടുത്ത് ഡിറ്റാച്ച് ചെയ്ത് പോകില്ലെന്നും അവർക്കറിയാം. കാരണം ഒരു പരിധി വരെ അവർ നിങ്ങളിൽ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണോ അത്രത്തോളം ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് അവരിലും ഉണ്ട് എന്ന രീതിയിൽ അവർ വളർത്തി വെച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ പരിചയപ്പെട്ട നിങ്ങളല്ല ഒടുക്കത്തിലുള്ള നിങ്ങളിപ്പോ അവരെ പോലെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. മേ ബി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കും തുടക്കത്തിൽ നിങ്ങൾ, പക്ഷെ ഇപ്പോ നല്ല വീക്കായിട്ടുള്ള ഒരാളാണ്. ഈ ഒരു വ്യക്തിയുടെ കോ ഡിപ്പെൻഡൻസി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് 48 hours ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തെ കുറിച്ചൊരു ഡിസ്കഷൻ നടന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അത് ഭാവിക്കുന്നുണ്ടാവുക. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഒത്തിരി മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. സംസാരിച്ചാൽ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡെസിഷൻ ആയിരിക്കും ഈ ഒരു പേഴ്സൺ എടുക്കുക. ഇപ്പൊ അവര് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്, അവര് നിങ്ങളിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ അവരിൽ നിങ്ങൾ ഡിപ്പെൻഡന്റ് ആയി അവരുടെ കൂടെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിരിക്കും അത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യാതിരിക്കാനാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. എന്നും പറഞ്ഞാൽ ഒത്തിരി നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ഈ ഒരു പേഴ്സൺ ഇനിയും ഹീൽ ആകാനുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സെൽഫ് നിങ്ങളും ഇനിയും ഹീൽ ആകാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പരസ്പരം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് us. ഇനി നെക്സ്റ്റ് 48 hours ഈ ഒരു പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണ് ടുവേർഡ്സ് യു ഒന്നുകൂടി നോക്കാം. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് 100% റെസൊണേറ്റ് ആവുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് us. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിന് ശേഷം ഡയറക്റ്റ് മെസ്സേജസ് എടുക്കുന്നത്. We both know that together we can work out anything. Yes, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഞാനായിട്ടും നിനക്ക് നീയായിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് നമ്മളുടേത്. നമ്മൾ ഒരുമിച്ചാൽ നമുക്ക് എന്തും സാധ്യമാകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരുമിക്കാം. യെസ്, അങ്ങനത്തെ എനർജിയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് 48 hours നീ കുറച്ചും കൂടി എനിക്ക് സമയം താ, ഞാനത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരാംന്നേ എന്ന എനർജി ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യത. പ്ലീസ് ഗൈഡ് us. നിങ്ങളെ വളരെ അധികം അട്രാക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട്. നിങ്ങൾ വളരെ ഗോർജസ് എനർജികൾ നൽകുന്നു, അമേസിംഗ് ആയിട്ടുള്ള എനർജി നിൽക്കണു. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര എക്സ്ട്രാ നൈസ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. നിങ്ങൾ തിളങ്ങുന്ന ഒരു എനർജിയാണ്. അതായത് അവരുടെ കണ്ണിലൂടെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ സ്പാർക്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു എന്താ നമ്മളിപ്പോ മുഖത്ത് ഗ്ലോ ഒക്കെ തേച്ചിട്ട് പോകില്ലേ, അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എനർജി അവർക്കുണ്ട്. നിങ്ങളിലൂടെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിരി അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് മേ ബി അവർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മേ ബി ഫിസിക്കലി നിങ്ങൾ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്, അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു വാക്യൂം ബിഫോർ യു കം ഓവർ. അതായത് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കംഫർട്ടബിൾ ആണ് എന്നൊരു രീതിയിലാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തെ ലൈറ്റ് ചെയ്യുന്നത്. നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ട്.
അതുപോലെ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് വന്നതും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നത്, അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സന്റെ ആത്മവിശ്വാസം വളർത്താൻ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. ഐ എൻജോയ് ബീങ് വിത്ത് യു. നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്ത് ഡിസിഷൻ എടുത്താലും ശരി, എടുത്തില്ലെങ്കിലും ശരി, ഭാവിയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനുള്ള താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. മേ ബി അത് സ്ലോ ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാഗ്നന്റും ആയിരിക്കാം, പക്ഷെ ഫ്യൂച്ചറിൽ അത് തീർച്ചയായിട്ടും ഫ്ലോ ചെയ്യും. ഐ ലവ് യു ബിക്കോസ് യു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ. യെസ്, ഇനി നിങ്ങൾ ഒന്നിക്കുന്നതിന് മുമ്പ് ഈ ഒരു പേഴ്സന്റെ ഉള്ളിലെ ആ ഒരു ബെസ്റ്റ്, അയാൾ അല്ലെങ്കിൽ ഹി ഓർ ഷിയെ പുറത്ത് കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ വെൽനെസ്സിന് വേണ്ടിയും നിങ്ങളുടെ വെൽനെസ്സിന് വേണ്ടിയും നിങ്ങളുടെ യിങ് യാങ് എനർജി ബാലൻസിന് വേണ്ടിയും ശിവശക്തി മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ശിവശക്തി മെഡിറ്റേഷൻ ചെയ്ത നമ്മുടെ എനർജീസ് ബാലൻസ് ചെയ്യാനുള്ള ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് 48 hours നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഡയറക്ട്ലി, അല്ലെങ്കിൽ സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന പേജിൽ പോയി ഡയറക്ട്ലി ബുക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കും എല്ലാവർക്കും ബൈ ബൈ.